ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബി എൽ എഫ് ചാനലിലേക്ക് സ്വാഗതം. പേ ബാക്ക് എപ്പിസോഡ് 5 ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. സത്യം പറയട്ടെ, ഞാൻ അടുത്ത കാലത്തൊന്നും ഇതുപോലെ ഒരു ഡ്രാമയുടെ എപ്പിസോഡിന് വേണ്ടി ഇത്രയും വെയിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കെന്തോ അത്രയും ഇഷ്ടമായിട്ട് ഓരോ എപ്പിസോഡും ഭയങ്കര ട്വിസ്റ്റും ഭയങ്കര നൈസായിട്ടുള്ളൊരു പ്ലോട്ടാണ്. തായ് ഡ്രാമയിൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് മിസ്സാവുന്നത് അതായിരുന്നു. പക്ഷേ അത് എന്തായാലും ഈ ഒരു സീരീസിലൂടെ അവർ പരിഹരിച്ചിട്ടുണ്ട് കേട്ടോ. സോ നമ്മൾ എപ്പിസോഡ് 5 തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ കാണുന്ന വിഷയം നമ്മുടെ ബാങ്ക് അല്ലെങ്കിൽ നമ്മുടെ സണ്ണി. ഓക്കെ, സണ്ണി രണ്ട് ഓൾഡ് മാൻ, ഈ ഓൾഡ് മാനെ നമ്മൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ. അവരായിട്ട് വർത്താനം പറയാണ്. എന്നിട്ട് പറയാണ്, എൻ്റെ കയ്യിൽ കുറച്ച് ചിക്കന്മാരുണ്ട്, അവരെ ഞാൻ തരാം, കുറച്ച് സ്റ്റബോൺ ആണെന്നേ ഉള്ളൂ, പുതിയൊരു പയ്യനും ഉണ്ട് അതിലെന്ന് പറയുന്നുണ്ട്. നമുക്കപ്പോൾ കാര്യം മനസ്സിലായല്ലോ അല്ലേ? ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കണ്ടിരുന്നു നമ്മുടെ സണ്ണിനെ ഒരു വയസ്സായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ മുമ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് അവരവിടെ നിന്നിരുന്നത്. അപ്പോൾ അതിലെന്തുണ്ടായി എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇന്ന് കാണുന്നത്. അവനെ ആ മനുഷ്യൻ ഒരു വൃത്തികെട്ട കാര്യത്തിന് വേണ്ടി നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ബാക്കിൽ നിന്ന് തോക്ക് പിടിച്ചിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് ഈ സമയത്ത് വാതിലും തുറന്നിട്ട് നമ്മുടെ ആ വെയിറ്റർ ഉണ്ടല്ലോ, വെയിറ്റർ ഓടി വന്നിട്ട് പറയാണ്, അയ്യോ അലാറം മുഴങ്ങി, എല്ലാവരും പുറത്തേക്ക് വരൂ, തീ പിടിച്ചിട്ടുണ്ടെന്ന് പറയാണ്. അപ്പോഴത്തേക്കും പേടിച്ചിട്ട് എല്ലാവരും ഓടുന്നുണ്ട്. നമ്മുടെ ചെക്കനെയാണെങ്കിൽ ആ വെയിറ്റർ വേഗം പൊക്കിയിട്ട് വേഗം ഓടൂ എന്ന് പറയുമ്പോഴത്തേക്കും മറ്റാളൊക്കെ വേഗം അവിടെ നിന്ന് ഓടുന്നുണ്ട്. അങ്ങനെ വെയിറ്ററും നമ്മുടെ സണ്ണും കൂടി പുറത്തേക്ക് ഓടി ഇറങ്ങുമ്പോൾ സണ്ണ് ചോദിക്കും, ശരിക്കും ഇവിടെ തീ പിടിച്ചോ? പക്ഷെ പുകയൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വെയിറ്റർ പറയാണ്, പിടിച്ചു തോന്നണു, എന്താണെന്നറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. പെട്ടെന്ന് അവൻ ഇങ്ങനെ തല താഴ്ത്തി റെസ്പെക്ട് കാണിക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ കാണാം നമ്മുടെ ജയ് അവിടെ കാറിൽ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ ജയ് പറയുന്നുണ്ട്, നീ അവിടെ നിൽക്കാനാണോ, വാ കാറിൽ കയറുമെന്ന് പറയും. അപ്പോഴത്തേക്കും അവൻ വീണ്ടും അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പൊ പറയും, മര്യാദയ്ക്ക് കയറിയില്ലെങ്കിൽ നിന്നെ ഞാൻ ആ ഓൾഡ് മാൻ്റെ അടുത്തേക്ക് വിടുന്നു പറയും. അങ്ങനെ സൺ കാറിൽ കയറുന്നു. അപ്പൊ ജയ് പറയുന്നുണ്ട്, അപ്പൊ ഇന്നത്തെയും കൂടിയും ഒരു ഹെൽപ്പ് ഞാൻ തന്നിട്ടുണ്ട്, അപ്പൊ അതിനുള്ള റിവാർഡും കൂടി വേണം, അതിൻ്റെയും കൂടി ആയിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 50,000 ബഹത്തും കൂടി ആയി എന്ന് പറയും. അപ്പൊ ഇവ ഇങ്ങനെ നോക്കും. അപ്പൊ ജയ് പറയും, ഇപ്പൊ ടോട്ടൽ ഒരു 3,50,000 ബഹത്തോ അങ്ങനെ എന്തോ പറയൂട്ടോ. അത്ര ബഹത്തായി എന്ന് പറയുമ്പോൾ ഇവൻ പറയും, ഓ കാശിനോട് ആക്രാന്നുള്ള മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് സൺ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് സൺ ചോദിക്കും, ഇത് ആരാണെന്ന് നിനക്ക് മനസ്സിലായോ ചോദിക്കും. അപ്പം ജയ് പറയും, നീ കഴിഞ്ഞ ദിവസത്തെ സ്ക്രിപ്റ്റ് വായിച്ചിരുന്നോ ചോദിക്കും. അപ്പൊ സൺ പറയും, വായിച്ചിരുന്നു, നിനക്ക് എന്താണ് തോന്നിയത് ചോദിക്കും. സ്ക്രിപ്റ്റ് കുഴപ്പമില്ല, നല്ലതാണ്, പക്ഷെ അതിൽ കുറെ സാധനങ്ങൾ കുത്തിത്തിരിക്കി വെച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പൊ ജയ് പറയും, അതെ, ആ ചെയ്തവരാണ് ഇപ്പൊ നീ അവിടെ കണ്ടവര്. കാരണം അവർക്ക് വേണ്ടപ്പെട്ട ആക്ടേഴ്സിന് വേണ്ടിയിട്ടും അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും നല്ലൊരു സ്ക്രിപ്റ്റിൽ കുറേ ആക്ഷൻസും കുറെ സീൻസും അവർ കുത്തിത്തിരിക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ അതിൽ കയറ്റം ചെയ്യാം, അവർക്ക് ആവശ്യമുള്ള റോളും കൊടുക്കാം. അങ്ങനെ ആ ഒരു കഥയെ നശിപ്പിച്ചവരാണ് നീ കണ്ടത്. ഇനി നീ എങ്ങനെയാണ് അവരോട് പ്രതികാരം ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പം അവൻ ഇങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇതേ സമയം സണ്ണിക്ക് ഫോൺ വന്നിട്ടുണ്ട്. എന്തു പറ്റി, എങ്ങനെ ഈ ഒരു ചാൻസ് നഷ്ടമായി എന്നൊക്കെ ചോദിച്ചിട്ട് അവൻ ഇങ്ങനെ ചീത്ത പറയുന്നുണ്ട്. അപ്പൊ അവൻ പറയുന്നുണ്ട്, ഇനി അടുത്തൊരു ചാൻസിൽ എന്തായാലും അവനെ കുടിക്കേ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഫോണിലേക്ക് അവന് ഫോട്ടോ കിട്ടുകയാണ് ആരാന്നുള്ളത്. പക്ഷെ നോക്കുമ്പോൾ അവനൊരു തോന്നല്, ഇത് ശരിക്കും സണ്ണിന്റെ പോലെ ഉണ്ടല്ലോ. പിന്നെ പെട്ടെന്ന് തന്നെ അവന്റെ മനസ്സ് പറയും, ഓ അവനെ പോലെയുള്ള ഒരുത്തിനൊന്നും എന്തായാലും ഇതിലേക്ക് വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു വയസ്സായിട്ടുള്ള ഒരാളെ കാണാം. ഇയാളൊരു കമ്പനിയുടെ ഉടമയാണ്. അപ്പൊ അയാൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ അവൻ അവിടെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദെൻ കട്ട് ടു അനദർ സീൻ. ഏതാണ്, നമ്മുടെ ചെക്കന്മാർ ഇതേ അവിടെ ഒരു കായൽ പോലെ ഒരു സ്ഥലത്തിന്റെ അടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. ഒരു ഡ്രൈവ് പോലെ, നമ്മുടെ മറൈൻ ഡ്രൈവ് പോലെയൊക്കെ ഇരിക്കും. അപ്പൊ പെട്ടെന്ന് നമ്മുടെ ജയ ചോദിക്കും, നിനക്ക് സഖിയാണോ ചോദിക്കും. അപ്പോഴത്തേക്കും യാ ഓബ്വിയസ്ലി നമ്മുടെ സണ്ണിന് ദേഷ്യം വരും. എന്ത് ചോദിക്കും. അപ്പൊ വേഗം ലോലിപോപ്പ് കാണിച്ചു കൊടുക്കും. ഇവിടെ സിഗരറ്റ് വലിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് ഈ ലോലിപോപ്പ് മാത്രമേ പറ്റുള്ളൂ. എന്റെ ലോലിപോപ്പ് നല്ല ടേസ്റ്റ് ആണ്, വേണമെങ്കിൽ കഴിച്ചോളാൻ പറയും. കംപ്ലീറ്റ് ഡബിൾ മീനിങ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സൺ പറയും, ഓ എനിക്കൊന്നും വേണ്ടാന്ന് പറയും. അപ്പോഴത്തേക്കും നമ്മുടെ ജയ് ഇങ്ങനെ മുഖത്ത് നോക്കിയിട്ട് പറയും, ശരിക്കും നിനക്ക് ഒരു വിഷമവും, നിനക്ക് ഒരു പരാക്രമമില്ലേ, നിനക്ക് ദേഷ്യം വരുന്നില്ലേ? ആ വയസ്സായിട്ടുള്ള 2-3 എണ്ണം നിന്നെ ഇങ്ങനെ മൊളസ്റ്റ് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും നിനക്ക് ഒരു പ്രശ്നവും എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അവന്റെ മുഖത്ത് ഒരു വിഷമമില്ലാത്ത പോലെ ഇരിക്കണം. ഓ നിനക്ക് ഒരു ഫീലിങ്സും ഇല്ലേ ചോദിക്കുകയാണ് ജയ്. അപ്പോഴത്തേക്കും പെട്ടെന്ന് സണ്ണിന്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് അവന്റെ അമ്മയും ബ്രദറും ഒക്കെ മരിച്ചിട്ട് അവന്റെ കംപ്ലീറ്റ് ഫീലിങ്സ് നഷ്ടപ്പെട്ടിട്ടുള്ള ആ ഒരു സമയത്തെ കുറിച്ചിട്ടാണ്. അങ്ങനെ അവൻ പെട്ടെന്ന് ആ ചിന്തയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജയ് ഇങ്ങനെ അവന്റെ അടുത്ത് വന്ന് നിന്നിട്ട് സണ്ണിനെ നോക്കുമ്പോൾ സണ്ണൊന്നും മിണ്ടാതെ ഇങ്ങനെ വേറെ ഏതോ ചിന്തയിലാണ്. അപ്പൊ നമ്മുടെ ജയ് ശരിക്കും പറഞ്ഞാൽ പൊസസീവ് ആവുക ചെയ്യണത്. ജയ് പെട്ടെന്ന് പറയും, നീ എൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ എന്നിൽ ഫോക്കസ് ചെയ്യണം, അല്ലാതെ വേറെ ഒന്നും ചിന്തിക്കരുതെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവൻ അവന്റെ ആ ലോലിപോപ്പ് എടുത്തിട്ട് അവന്റെ വായിലേക്ക് അങ്ങോട്ട് വെച്ചു കൊടുക്കും.
അപ്പോൾ സൺ ആകെ ഷോക്കാവും. എന്നിട്ട് ഈ ലോലിപോപ്പ് എടുത്തിട്ട് അവൻ എന്തോ സംസാരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ജയ് അപ്പോഴത്തേക്കും കിസ് ചെയ്യും. അങ്ങനെ അവന് സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ലോങ് കിസ്സിന് ശേഷം പറയും നിനക്ക് എന്ത് തോന്നുന്നു ചോദിക്കും. അപ്പൊ അവൻ പെട്ടെന്ന് സ്വീറ്റ് എന്ന് പറയാൻ വരുമ്പോഴത്തേക്കും ജയ് പറയും സ്വീറ്റ് എന്ന് പറയുന്നുണ്ട്, നിനക്ക് ശരിക്കും എന്താണ് എന്നെ കുറിച്ച് തോന്നിയെന്നുള്ളത് മാത്രം പറഞ്ഞാൽ മതി. പിന്നെ നീ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും എന്ത് ചെയ്യുമ്പോഴാണെങ്കിലും ഇപ്പൊ ഞാൻ തന്ന ഈ സ്വീറ്റ്നെസ് നിനക്ക് ഓർമ്മ വരണം എന്ന് പറയും. എന്നിട്ട് അവനെയും കൊണ്ടിട്ട് കാറിൽ പോവാണ് അവന്റെ വീട്ടിലേക്ക്. എന്നിട്ട് കാറിൽ കൊണ്ടുപോയി ആക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് ഇത് നിന്റെ വാടക വീടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവനാന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചെക്കൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട്, എന്തായാലും നീ അവരോട് പ്രതികാരം വീട്ടണം എന്ന് പറയാണ്. അപ്പോൾ അവനും അത് മനസ്സിലുറപ്പിച്ചുകൊണ്ടാണ് ഇറങ്ങുന്നത് കാറിൽ നിന്ന്. കട്ട് ടു അതർ സീൻ. വേറൊന്നല്ല, നമ്മുടെ സണ്ണിയുടെ മാനേജർ നമ്മുടെ കാജോണിനെ കാണുമ്പോഴത്തേക്കും കാജോൺ എന്ത് പറയുന്നു, സുഖമായിരിക്കുന്നു, ഇപ്പൊ ആരും ഇല്ലല്ലേ നിന്റെ കീഴില്, സണ്ണി എന്റെ കീഴിലേക്ക് വന്നപ്പോൾ തൊട്ടിട്ട് നിന്റെ കഷ്ടകാലം തുടങ്ങിയെന്ന് എനിക്കറിയാം. പിന്നെ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഈ ഒരു ഡ്രീം ഇൻഡസ്ട്രി ഒക്കെ മൊത്തത്തിൽ റീസ്ട്രക്ചർ ചെയ്യുന്നുണ്ട്, വേണ്ടാത്ത ആൾക്കാരെയൊക്കെ പറഞ്ഞയക്കുന്ന പറയുന്നേ, ഇനി നിനക്ക് പറ്റിയ ആൾക്കാരെയൊന്നും നിന്റെ കീഴിൽ കിട്ടിയില്ലെങ്കിൽ മിക്കതും നീ പുറത്തൊക്കെ ആവുമെന്നൊക്കെ പറയും. അങ്ങനെ കാജോൺ അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് അവിടുന്ന് പോവുകയാണ്. പിന്നെ നോക്കുമ്പോൾ നമ്മളൊരു ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു ലേഡി കിട്ടും. അതായത് ഒരു പെർഫ്യൂം അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ സൺചെക്കനെ അഡ്വർടൈസ്മെന്റിലേക്ക് മോഡലായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അവസാനം അവർ ഒരു കോൺട്രാക്റ്റിലൊക്കെ ഏർപ്പെടാനുള്ള ദിവസമൊക്കെ പറഞ്ഞു വെച്ചിട്ട് കംപ്ലീറ്റ് സെറ്റ് ആവുകയാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ കാജോണിന്റെ സന്തോഷം കണ്ടോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പാവം തോന്നിപ്പോകും. അങ്ങനെ കാജോണിന് എങ്ങനെയെങ്കിലും ഒന്ന് ലൈഫിൽ വിജയിക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണുള്ളത്. അപ്പൊ അവൻ അങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ അവിടുന്ന് പോവുകയാണ്. അപ്പൊ ഈ സമയം നമ്മുടെ സണ്ണ് ഓ എനിക്ക് വയ്യ, അവൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. കാരണം എന്ത് ചെയ്യുമ്പോഴും അവന്റെ സ്വീറ്റ്നെസ് ഓർക്കണം എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് ആ സ്വീറ്റ്നെസ് അവനിങ്ങനെ ഓർമ്മ വരികയാണ്. അപ്പം പെട്ടെന്ന് ഇങ്ങനെ ചുണ്ട് തൊടാൻ നോക്കുമ്പോഴത്തേക്കാണ് അവൻ ആലോചിക്കുന്നത്, ഈശ്വര ഞാൻ എന്തോ അത് കംപ്ലീറ്റ് ഔട്ട് ഓഫ് മൈൻഡ് ആയല്ലോ എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീണ്ടും നോക്കുമ്പോഴത്തേക്ക് ഇതേ ഫോണിൽ നമ്മുടെ ഡമ്മിയുടെ മെസ്സേജ് വരുന്നു, ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ഏതാണെന്ന്. എന്താണോ എന്തോ നമ്മുടെ ചെക്കന് പറ്റണത്. അങ്ങനെ അതിന് മറുപടി അയക്കുമ്പോഴത്തേക്കും ഇതേ സ്കൈ വരുന്നു. സ്കൈ ഭയങ്കര സന്തോഷമായിട്ട് വരുന്നുണ്ട്. സ്കൈ പറയുന്നുണ്ട് എനിക്കിന്നൊരു ഓഡീഷൻ ഉണ്ട്, എനിക്ക് അതിൽ ലീഡ് ക്യാരക്ടറാണ് കിട്ടാൻ പോകുന്നത്. പിന്നെ എനിക്ക് ക്യാമറ മാത്രമാണ് പേടിയെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കാജോൺ വന്നിട്ട് പറയുന്നുണ്ട് നീ എന്തിനാ പേടിക്കുന്നത്, ക്യാമറയൊന്നും അവിടെ ഇല്ല എന്ന് പറയാണ്. അപ്പം നമ്മുടെ സ്കൈക്ക് ഭയങ്കര സന്തോഷമാവും കേട്ടോ, സണ്ണിനും ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ കാജോൺ ഒരു സന്തോഷ വർത്താനം കൂടിയും പറയും, നമ്മുടെ സണ്ണിന് അഡ്വർടൈസ്മെന്റിൽ മോഡലാവാൻ അവസരം കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും സ്കൈക്കും ഭയങ്കര സന്തോഷമായിട്ട് സ്കൈ വേഗം ഓടിച്ചു എന്നിട്ട് സ്വന്തം ബ്രദറിനെ എന്ന് പറഞ്ഞ പോലെ ഹഗ് ചെയ്യും, എന്നിട്ട് ഭയങ്കര സന്തോഷം പ്രകടിപ്പിക്കും. ഇന്ന് നമുക്ക് എല്ലാവർക്കും സന്തോഷമാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ മൂന്ന് പേരും കൂടി ഭയങ്കര തകർത്ത് സന്തോഷിക്കുകയാണ്. അങ്ങനെ നെക്സ്റ്റ് അതർ സീൻ ഏതാണ്, നമ്മുടെ ആക്ടിങ് ക്ലാസ്സസിൽ നമ്മുടെ ചെക്കൻ ഇങ്ങനെ പേന ടിക് 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 അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ടിക്ക് അടിച്ചിട്ട് അപ്പുറത്തേക്ക് നമ്മുടെ ഇവനെ കുടുക്കിയ രണ്ടുപേരുണ്ടല്ലോ അതിലൊരുത്തനെ നോക്കുന്നുണ്ട്. അവനാണെങ്കിൽ ആകെ പേടിച്ചിട്ട് ഈശ്വര ഇവന്റെ മുഖത്തേക്ക് പോലും നോക്കാൻ പറ്റാതിരിക്കുന്നുണ്ട്. ഉടനടി അപ്പുറത്ത് വേവിനെയും നോക്കുന്നുണ്ട്. വേവ് ആണെങ്കിലും അയ്യോ എന്നെ നോക്കല്ലേ എന്നും പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ഭയങ്കര റിഗ്രറ്റ് ആണോ എന്താണെന്ന് അറിയില്ല, അങ്ങനെ നിൽക്കുന്നുണ്ട്. ദെൻ നമ്മുടെ വില്ലനായിട്ടുള്ള ചെക്കൻ ഉണ്ടല്ലോ അവൻ പിന്നിൽ വന്നിട്ട് പറയുന്നുണ്ട് അടുത്ത ആക്ടിങ് ക്ലാസ്സിൽ നീ വരാതിരിക്കരുത്, നിനക്ക് ഞാൻ കുറേ സർപ്രൈസ് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ ഇവനാണെങ്കിലും മനസ്സിൽ എന്തൊക്കെയോ കരുതി വെച്ചിട്ട് തന്നെയാണ് സണ്ണും ഇരിക്കുന്നത്. അങ്ങനെ ആക്ടിങ് ക്ലാസ്സിൽ അവൻ മാക്സിമം നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അവനൊരു ലെവൽ എത്തുന്നവരെ വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ അവൻ്റെ മുറിവുകൾ നോക്കിയിട്ട് അത് ഏകദേശം ഉണങ്ങി എന്ന് പറഞ്ഞപ്പോൾ അവൻ പറയുന്നുണ്ട് യെസ് ഇനിയാണ് ഞാൻ തുടങ്ങാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അവൻ ബോക്സിംഗ് ക്ലാസ്സിലേക്ക് എത്തുകയാണ്. അപ്പം നോക്കുമ്പോഴത്തേക്കും ബോക്സിംഗ് ക്ലാസ്സിൽ ഇന്ന് റിയൽ ആയിട്ട് ബോക്സിംഗ് ഒന്നും വേണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ വില്ലൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ സണ്ണിനോട് പറയുന്നുണ്ട്, സണ്ണ് പറയുന്നുണ്ട് എൻ്റെ മുഖത്ത് മുറിവൊക്കെ വന്ന പ്രശ്നമാണെന്ന് പറയുമ്പോൾ ആ വില്ലൻ വന്നിട്ട് പറയുന്നുണ്ട് നീ പേടിക്കണ്ട, ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞോളാം, നിനക്ക് ഒരു പ്രശ്നമില്ലാത്ത രീതിക്ക്, പക്ഷെ നീ ഇതിൽ കയറണം, റിയൽ ആയിട്ട് ബോക്സിംഗിൽ വരണം എന്നൊക്കെ പറയും. അപ്പോൾ ഇവൻ പറയും അത് ടീച്ചർ ഉറപ്പ് പറയണം, ഇതിൽ എനിക്ക് എന്ത് പ്രശ്നം വന്നാലും എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കില്ല എന്നുള്ളത്. അപ്പൊ ടീച്ചർ പറയും ശരി എന്ന് പറയും. അപ്പൊ ഇതൊന്നും പോരാണ്ട് നമ്മുടെ സൺ പറയും ശരി ഈ ഫോൺ ഞാൻ വീഡിയോ എടുക്കട്ടെ, നീ പറയും എനിക്കിതിൽ ഒരു പണിഷ്മെന്റും കിട്ടില്ല ഒരു പെനാൽറ്റിയും കിട്ടില്ല എന്നൊക്കെ പറയാൻ. അപ്പൊ അവൻ അത് പറയും ചെയ്യും. കാരണം അവന്റെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ സണ്ണിനെ അവൻ തോൽപ്പിക്കുന്നതാണല്ലോ. പക്ഷെ എന്താ രസം, ബോക്സിങ്ങിൽ കയറുമ്പോഴത്തേക്കും നമ്മുടെ സണ്ണ് അവനെ ആർക്കും മനസ്സിലായിട്ടില്ല, അന്ന് അവൻ തോറ്റു കൊടുത്തതാണല്ലോ, അവൻ ഇടിച്ച് വീഴ്ത്തുക വില്ലനെ. അപ്പോഴത്തേക്കും എന്താ വെച്ചാൽ ബാക്ക് സ്റ്റോറി എന്താണ്, ഇവൻ ട്രെയിനിങ് ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ പോലും ഇവൻ കുറെ ബോക്സിങ്ങിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ വന്ന വീഴ്ചകളൊക്കെ അവൻ ഇങ്ങനെ ഓർത്തോണ്ടിരിക്കുകയാണ്. അത് വെച്ചിട്ട് അവൻ അങ്ങോട്ട് വീശും. അങ്ങനെ
അവൻ അവിടെ പരാജയപ്പെടും. ദെൻ അടുത്ത ആളെ വിളിക്കും, അടുത്ത ആള് കയറി വരും. അടുത്ത ആളാണ് ശരിക്കുള്ള വില്ലൻ കേട്ടോ. കാരണം ആദ്യം വില്ലനെ അല്ല വിളിച്ചത്, വില്ലന്റെ ഫ്രണ്ടിനെ അവന് കൊടുത്തു കഴിഞ്ഞിട്ടാണ് വില്ലനെ വിളിച്ചത്. കാരണം വില്ലന് കുറെ കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ വില്ലൻ ഇട്ടിട്ട് കുറെ ആവശ്യത്തിന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവൻ താഴത്തേക്ക് വരികയാണ്. എന്നിട്ട് വേഗം അച്ഛനെ വിളിച്ചിട്ട് അച്ഛാ എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞു വിളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വേവിനെ ഇവൻ വിളിക്കുകയാണ്. അപ്പൊ വേവ് പേടിച്ച് പേടിച്ചിട്ട് പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത്, ഞാനും സണ്ണി പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്, നിന്നെ കുറിച്ച് റൂമേഴ്സ് ഇറക്കിയതും നിന്റെ ക്യാമറ അതിലിട്ടതൊക്കെ ഞാനായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് ഇവന് ഭയങ്കര ദേഷ്യം വരികയാണ്. കാരണം സണ്ണിക്ക് വേണ്ടിയിട്ടാണല്ലോ ചെയ്തത്. അപ്പൊ ഇവൻ പറയാണ് സണ്ണി നിന്നെ ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ സൺ പറയാണ് എങ്കിൽ നീ അവനോട് ഒരു റിപ്ലൈയും കൂടിയും കൊടുക്കണം, അവനേക്കാളും വലിയൊരു ബാക്കർ എനിക്കുണ്ട് എന്നുള്ളത്. അപ്പൊ എന്നിട്ട് ഒരു അടി അവനും കൊടുക്കുന്നുണ്ട് കേട്ടോ, വയറ്റത്തിട്ടിട്ട്. അപ്പൊ ഇതേ സമയത്ത് നമ്മുടെ സണ്ണി അവിടെ ഒരു ആഡ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വേവ് വയറിൽ കൈയും വെച്ച് വരുന്നുണ്ട് ആ അടിയുടെ ആഘാതത്തില്. അപ്പോ എന്നിട്ട് അവൻ പറയുന്നുണ്ട്, സൺ പറയാൻ പറഞ്ഞു എന്താണ് അവൻ മാത്രമല്ല, അതായത് സണ്ണിക്ക് മാത്രമല്ല അവനും ഉണ്ട് നല്ലൊരു ബാക്കർ എന്ന് പറയും. ഇത് കേട്ടതും നമ്മുടെ സണ്ണി ആർക്കോ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ആരാണ് എന്താണെന്നൊക്കെ കണ്ടുപിടിക്കാനൊക്കെ പറയുന്നുണ്ട്. കാരണം അവനപ്പോഴത്തേക്കും പേടി, നീ ഇവൻ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് അറിയില്ലല്ലോ. അങ്ങനെ നമ്മുടെ ജോൺ മോളെ സ്കൂളിൽ നിന്ന് എടുത്തിട്ട് പോരുമ്പോൾ അതേ ഒരു ഫോൺ വരുന്നു. വേറൊന്നുമല്ല, നമ്മുടെ ആഡിന്റെ കോൺട്രാക്ട് വേണ്ടാന്ന് വെച്ചു, ക്യാൻസൽ ചെയ്തു. അത് നമ്മുടെ സണ്ണിനെ വിളിച്ചു പറയാണ്. അപ്പൊ സണ്ണിന് സങ്കടമൊക്കെ ഉണ്ട്, പക്ഷെ എന്തായാലും അവനത് സഹിച്ചിരിക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ സ്കൈ ആണെങ്കിൽ ഓഡീഷന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ വേവ് വന്നിട്ട് പറയുന്നുണ്ട് സോറി, എന്തൊക്കെയായാലും നീ മറ്റുള്ളവരെ ഇത്രയും തല്ലിയപ്പോഴും നീ എന്നെ ജസ്റ്റ് ഒരു അടിയിൽ ഒതുക്കിയല്ലോ, എന്നെ സണ്ണി പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ അത് ചെയ്തത്, സണ്ണി നിന്നെ മാത്രമല്ല വേറൊരാളെയും ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ പെട്ടെന്ന് സണ്ണിന് ഒരു തോന്നൽ തോന്നി. അവൻ വേഗം ഓടും, ആരെയാണ് ടാർഗറ്റ് ചെയ്യണേന്നുള്ളത് അവന് പെട്ടെന്ന് പിടികിട്ടി. അങ്ങനെ നമ്മുടെ സ്കൈ ഓഡീഷനിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നല്ല സൂപ്പറായിട്ട് അവൻ അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് അതുവരെയുള്ള ഒരൊറ്റ ഓഡീഷനും വെക്കാത്തൊരു ക്യാമറ അതേ പെട്ടെന്ന് ഒരാൾ കൊടുന്ന് വെക്കുകയാണ്. അയാൾ പറയാണ് പെട്ടെന്ന് ഇൻഡസ്ട്രിയിൽ നിന്ന് ഓർഡർ വന്നിട്ടുണ്ട് ക്യാമറ വെക്കാനെന്ന് പറയാണ്. അപ്പൊ സംഭവം മനസ്സിലായല്ലോ അല്ലെ എല്ലാവർക്കും. അങ്ങനെ ക്യാമറ വെക്കുന്നതോടുകൂടി അവന് പെട്ടെന്ന് ആകെ ടെൻഷൻ ആവുന്നു, അവന് അഭിനയിക്കാൻ പറ്റുന്നില്ല, ഓട്ടോമാറ്റിക്കലി അവനെ അതിൽ നിന്ന് പുറത്താക്കാണ്. അങ്ങനെ നമ്മുടെ സണ്ണ് വേഗം അവന്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട്. അപ്പൊ അവൻ റൂമിൽ ഇരുന്നിട്ട് ഭയങ്കര കരച്ചില്ല. അപ്പൊ സണ്ണ് ആലോചിക്കുന്നുണ്ട് ഞാൻ ഇവനായിട്ട് ഒട്ടും ക്ലോസ് അല്ല, എന്നിട്ടും എനിക്ക് എന്താ ഇത്ര നെഞ്ചിൽ ഭാരം എന്ന്. എന്നിട്ട് അവൻ അടുത്തിങ്ങനെ ചെന്നിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തുണ്ടായെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയാം എനിക്കറിയില്ല, എനിക്ക് ക്യാമറ വെക്കില്ല എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് അവിടെ, പക്ഷെ എന്നിട്ടും എന്താണ് പെട്ടെന്ന് ക്യാമറ കൊടുന്ന് വെച്ചെന്നുള്ളത് അറിയില്ല എന്ന് പറയാണ്. അപ്പൊ സണ്ണിന്റെ മുഖം കണ്ടറിയാം സണ്ണിന് കൃത്യമായിട്ട് കാര്യം മനസ്സിലായിട്ടുണ്ട്, സണ്ണി ടാർഗറ്റ് ചെയ്തതാണ്. അതോടുകൂടി സണ്ണിന്റെ മനസ്സിൽ ഇങ്ങനെ അങ്ങനെ ചോര തിളച്ചു കയറുകയാണ്. അവൻ എന്നിട്ട് ഇങ്ങനെ റൂമിൽ പോയിരുന്ന് ആലോചിക്കുകയാണ്, എന്റെ പ്രതികാരം എന്ന് പറഞ്ഞിട്ട് എന്റെ പ്രതികാരം ഒന്നും തന്നെ നടക്കുന്നില്ല എന്ന് മാത്രമല്ല, ഞാൻ പ്രതികാരം ചെയ്യാൻ ഇറങ്ങിയപ്പോൾ എന്റെ കൂടെയുള്ളവർക്കും നഷ്ടങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവൻ ഒരൊറ്റ ഓട്ടത്തിൽ നമ്മുടെ ജയുടെ റൂമിലേക്ക് നേരെ കയറുകയാണ്. എന്നിട്ട് പറയാണ് എനിക്ക് ഡയറക്ടർ ആർദ്രയെ കാണണം. അപ്പൊ അവൻ ഫൈനലി അവന് ബാക്കർ വേണം നിർബന്ധമായി. അപ്പൊ ഇവൻ ചോദിക്കാണ് ഡയറക്ടർ ആർദ്രയെ കണ്ടാൽ നീ എന്താ കൊടുക്കാൻ പോകുന്നേ ചോദിക്കും. അപ്പൊ അവൻ പറയും എന്റെ ബോഡി ഞാൻ കൊടുക്കുന്നു പറയും. അപ്പോൾ അവൻ പറയും ഓ നീ ഇങ്ങനെ ആവല്ലേ, നീ ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ നിന്നെ കൊടുക്കാന്ന് പറയുമ്പോഴത്തേക്കും നിനക്ക് ആരുടെ കൂടെയാണ് നീ കിടന്നതെന്ന് പോലും നിനക്ക് ഓർമ്മയില്ല, എന്നിട്ട് പിന്നെ നീ ഇപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും ഇത് കൊടുക്കാൻ നടക്കുകയാണോ ചോദിക്കും. അപ്പോൾ സൺ വീണ്ടും ആ ഒരൊറ്റ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ ജയ് പറയും ശരി, നാളെ ഗ്രീൻ ഹോട്ടലിൽ നിങ്ങൾ കാണാം, പക്ഷെ അതിനുള്ള ഇൻവിറ്റേഷൻ കാർഡ് ഇതേന്ന് പറഞ്ഞിട്ട് ഇൻവിറ്റേഷൻ കാർഡ് കാണിച്ചു കൊടുക്കും. അപ്പൊ നിനക്ക് അവിടെ വെച്ച് കാണാൻ പറ്റും എന്ന് പറയും. അപ്പൊ അവൻ ഇൻവിറ്റേഷൻ കാർഡ് വാങ്ങിക്കാൻ നോക്കുമ്പോൾ ഇവ അങ്ങനെ അവനെ ഇട്ടിട്ട് കളിപ്പിക്കുകയാണ്, കൊടുക്കാതെ. കുഞ്ഞു പിള്ളേർ കളിക്കില്ലേ, എന്നിട്ട് പറയണം അങ്ങനെ നിനക്ക് തരണമെന്നുണ്ടെങ്കിൽ നീ എന്നെ പതുക്കെ സെഡ്യൂസ് ചെയ്യുന്ന പറയും, ഫസ്റ്റ് എന്നെ സെഡ്യൂസ് ചെയ്യുന്ന പറയും. അങ്ങനെ അവൻ ജസ്റ്റ് അവനെ സെഡ്യൂസ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ വീണ്ടും അവൻ അത് അങ്ങടും ഇങ്ങടൊക്കെ ആയിട്ട് എടുത്തു വെച്ചിട്ട് ബാക്കിലേക്ക് വയ്ക്കും. അങ്ങനെ പതുക്കെ നമ്മുടെ സണ്ണ് വീണ്ടും പതുക്കെ മൂവ് ചെയ്ത് അവനെ സെഡ്യൂസ് ചെയ്യണ പോലെ പറ്റിച്ച് ഏറ്റവും അവസാനം അവന്റെ കയ്യിൽ നിന്ന് ആ ഇൻവിറ്റേഷൻ കാർഡും തട്ടിപ്പറിച്ചിട്ട് അവൻ ഒരൊറ്റ പോക്ക് പോകും. പിന്നെ ജയ്ക്ക് അത്ഭുതമില്ല, കാരണം ജയ് സണ്ണിനെ കുറിച്ചിട്ട് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ജയ് അവനെ നോക്കി ചിരിക്കും. അങ്ങനെ നമ്മുടെ ആ ഓൾഡ് മാൻ ഉണ്ടല്ലോ, നമ്മുടെ ജയുടെ ഫ്രണ്ട് അല്ലെങ്കിൽ ജയുടെ ഹോട്ടലിന്റെ പാർട്ട്ണർ, അപ്പോൾ അയാള് ഇവന് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ട് ആ ഡ്രസ്സ് ഇട്ടിട്ട് അവൻ അവിടെ ചെല്ലുന്നു, ഇൻവിറ്റേഷൻ കാർഡ് കൊടുത്തിട്ട് അവൻ ഉള്ളിൽ കയറുകയാണ്. അപ്പൊ നമ്മൾ നേരത്തെ സണ്ണിയുടെ കൂടെ കണ്ട ഒരു ഓൾഡ് മാൻ ഉണ്ടല്ലോ, അയാളുടെ കമ്പനിയുടെ പ്രോഗ്രാം ആണത്. അപ്പോൾ അവിടെ എന്തായാലും സണ്ണി ഉണ്ടാവുമല്ലോ. അങ്ങനെ സണ്ണീനെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് അയാൾ കുറെ അവിടെ പ്രസംഗിക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് സണ്ണിക്ക് പെട്ടെന്ന് ഇവനെങ്ങനെ ഒരു ജസ്റ്റ് ഒരു ഗ്ലിംസ് കാണും. അപ്പൊ അവൻ എന്തോ ഒരു തോന്നൽ, ഇവൻ ആരാണ് എന്താണെന്നൊരു സംശയം. പക്ഷെ അപ്പോഴും അത് സണ്ണാണെന്ന് മനസ്സിലായിട്ടല്ല കേട്ടോ. അങ്ങനെ സണ്ണ് അവിടെ ചെന്നിട്ട് പറയാണ് ആർദറിന് ഒരു വിസ്കി വേണമെന്ന് പറഞ്ഞിട്ട് അവൻ പതുക്കെ അവൻ ഒരു ഗ്ലാസ്
എന്തൊക്കെയോ ഡ്രിങ്ക്സും കൊണ്ടിട്ട് അവൻ പോയി നിൽക്കുവാണ്. അപ്പോൾ ഈ വിസ്കി കൊണ്ടുപോകണ വെയിറ്ററിന്റെ പിന്നാലെ ഇവനും നടക്കും ആർത്തറിന്റെ റൂം കണ്ടെത്താൻ വേണ്ടിയിട്ട്. അവിടെ എത്താറാകുമ്പോൾ വെയിറ്ററിന്റെ കയ്യിൽ നിന്ന് ആ വിസ്കി വാങ്ങിച്ചിട്ട് അവൻ നേരെ നടക്കുകയാണ്. എന്നിട്ട് ആ റൂമിന്റെ അവിടെ ചെന്നിട്ട് ഇങ്ങനെ തട്ടും. കറക്റ്റ് ഫസ്റ്റും സെക്കൻഡും തട്ടുമ്പോഴത്തേക്കും ദേ നമ്മുടെ സണ്ണി ബാക്കിൽ വന്ന് നിൽക്കുവാണ്. എന്ന് ചോദിക്കും, നീ ആരാണ് ആർദറിന്റെ റൂമിൽ കയറാൻ? നീ ആരാണ്? ഇവിടെ നിനക്ക് ഒരു സ്ഥാനമില്ല, ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറയും. കറക്റ്റ് സമയത്ത് ദേ വാതിൽ തുറക്കുന്നു. ആരാണ് വരുന്നത്? നമ്മുടെ ജയ് പുറത്തേക്ക് വരുന്നു. അപ്പത്തേക്കും സണ്ണിയും ആകെ ഞെട്ടുന്നുണ്ട്. അപ്പൊ ജയ് ചോദിക്കുന്നുണ്ട്, നീ എത്ര നേരമായി എന്നെ വെയിറ്റ് ചെയ്യിക്കുന്നു, എന്താ ഇത്ര ലേറ്റ് ആയെന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് ദേ കിസ് ചെയ്യുന്നു. അപ്പത്തേക്കും എന്താ വെച്ചാൽ സണ്ണിക്ക് ആ നിൽക്കുന്ന ആളുടെ മുഖം കാണാനേ പറ്റുന്നില്ല. അങ്ങനെ കിസ് ചെയ്തിട്ട് നേരെ അവനെ വലിച്ചിട്ട് റൂമിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് സണ്ണിയുടെ ഏകദേശം ബോധം പോയിട്ടുണ്ട്. കാരണം സണ്ണിക്ക് മനസ്സിലായി ഇതാണ് തോന്നുന്നുണ്ട് ഡയറക്ടർ ആർദ്ര. അപ്പൊ ഈ ഡയറക്ടർ ആർദ്ര ഇവനാന്ന് മനസ്സിലായപ്പോഴത്തേക്കും ഐ മീൻസ് ആരെയാണ് കൊണ്ടുവന്നതെന്ന് അറിയാതെ അവൻ ഷോക്കായിട്ട് നിൽക്കുവാണ്. അങ്ങനെ ഇവനെ ഗസ് ചെയ്യണ നേരത്തെ നിങ്ങൾ ആലോചിക്കണം, ആ റൂമിന്റെ ഉള്ളിൽ വേറെ 2 പേരുണ്ട്. ഒരു അച്ഛനും ഒരു പേരക്കുട്ടിയും ഉണ്ട്. അപ്പൊ അച്ഛൻ പറയുന്നുണ്ട്, ഇത് എന്റെ പേരക്കുട്ടീനെ എന്തായാലും സിനിമയിലേക്ക് എടുക്കണേ, എന്തായാലും അവള് ഫ്രീ ആണ്, ഇവിടെ ഇരുന്നോട്ടെ രാത്രി എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. മനസ്സിലായല്ലോ അല്ലേ കാര്യം? അങ്ങനെ അവള് ഡ്രിങ്ക്സ് ഒക്കെ ഓടുന്നവർക്ക് കൊടുക്കുന്നു. സണ്ണിന്റെ മുഖത്താണെങ്കിൽ ദേഷ്യം കൊണ്ട് വയ്യ. അപ്പം നമ്മുടെ ജയ് ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിനക്ക് എന്നോട് താങ്ക്സ് പറയണ്ടേ ചോദിക്കുമ്പോൾ ഇവ എന്തിനു ചോദിക്കുമ്പോൾ, നിന്നെ ഞാൻ സഹായിച്ചില്ലേ, ഇനി അതിന് പകരം നീ എനിക്ക് എന്ത് തരും ചോദിക്കും. അപ്പോൾ ഇവൻ പറയും, അങ്ങനെ മിണ്ടാതിരിക്കും, അല്ല എനിക്ക് നിന്റെ ശരീരം മതി എന്ന് പറയും. അപ്പോൾ ഇവൻ എല്ലാ പ്രാവശ്യം ഇവൻ ദേഷ്യപ്പെടല്ലേ ചെയ്യുക. അപ്പൊ സൺ പറയും, ശരി സമ്മതിച്ചു, ഞാൻ തന്നാ പോരെ ചോദിക്കും. അപ്പോഴത്തേക്കും ജയുടെ മുഖത്ത് ചിരി വരും കേട്ടോ. അപ്പം ഈ പെണ്ണാണെങ്കിലോ, എനിക്കും കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ചെയ്യാനൊന്നും, പിന്നെ ഇനിയിപ്പോ 3 പേരായിട്ടാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല. അങ്ങനെ ഭയങ്കര ഫ്ലേർട്ട് ചെയ്ത് ആ പെണ്ണ് നിൽക്കുമ്പോൾ ജയ് പറയും, ഇറങ്ങി പോവിടുന്നെന്ന് പറയും. അങ്ങനെ ആ പെണ്ണിനെ അവിടെ നിന്ന് ഇറക്കി വിടും. പക്ഷേ ആ പെണ്ണ് ഇറങ്ങിപ്പോയതും നമ്മുടെ ജയയുടെ കൺട്രോൾ പോവും. ജയ് വേഗം സണ്ണിനെ പെട്ടെന്ന് ഐ മീൻ യാ അങ്ങനെ അവർ ഭയങ്കര റിലേഷൻ അല്ല, ഐ മീൻ ഇന്റിമേറ്റ് ആക്കുവാണ്. ദെൻ നമ്മുടെ സണ്ണ് കുറെ ഫോഴ്സ് ചെയ്യുന്നുണ്ട്. പക്ഷെ ജയ് ഭയങ്കര സ്ട്രോങ് ആവാണ്. നിങ്ങൾ ആ സീൻസിന് സീരീസിൽ കണ്ടാൽ മതി കേട്ടോ. അങ്ങനെ പെട്ടെന്ന് വീണ്ടും വാതിൽ തട്ടുമ്പോൾ വേഗം സണ്ണ് അവനെ തട്ടി മാറ്റിയിട്ട് ഓടിപ്പോയിട്ട് വാതിൽ തുറക്കുമ്പോൾ ആ പെണ്ണാണ്. ഫോൺ മറന്നു വെച്ചു എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സണ്ണിന് രക്ഷപ്പെടാൻ പറ്റി. കാരണം ജയ് അത്രയും ഫോഴ്സ് ചെയ്തിട്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ ജയ്ക്ക് ഭയങ്കര നിരാശ പോലെ, ഈ പെണ്ണ് കാരണം സണ്ണിനെ പോയില്ലോ എന്ന് ആലോചിച്ചിട്ട്. അങ്ങനെ ആ പെണ്ണ് റൂം തുറന്നിട്ട് പുറത്ത് പോകുമ്പോൾ അതിന്റെ തൊട്ട് പിന്നാലെ തന്നെ സണ്ണും പുറത്തേക്ക് ഇറങ്ങും. ജയ് പറയും അവിടെ സണ്ണി ഉണ്ടാവും എന്നൊക്കെ പറയും. സണ്ണ് ഒന്നും മൈൻഡ് ചെയ്യാതെ ഒരൊറ്റ ഓട്ടോടും പുറത്തേക്ക്. അപ്പൊ ജയ്ക്ക് പക്ഷെ എന്തായാലും സന്തോഷാവും കേട്ടോ. അങ്ങനെ പിറ്റത്തെ ദിവസം ദേ കാജോൺ വന്നിട്ട് ഇങ്ങനെ സണ്ണി എടുത്ത് വന്നിട്ട് പറയാണ്, വേറെ ഏതൊക്കെയോ കുറച്ച് പ്രോഗ്രാംസ് കിട്ടിയിട്ടുണ്ട്, പക്ഷെ അതൊന്നും നിനക്ക് പറ്റും തോന്നില്ല എന്ന് പറയുമ്പോൾ ഇവൻ പറയും, ഞാൻ ഏത് പ്രോഗ്രാം എടുക്കാൻ തയ്യാറാണെന്ന് പറയും. അപ്പൊ കാജോണിന് സന്തോഷമാവും. ശരി ഞാൻ അവരോട് ഓക്കെ പറയാന്ന് പറയും. എന്നിട്ട് നമ്മുടെ സൺ ചോദിക്കും, എന്തായി സ്കൈ എന്തെങ്കിലും പറഞ്ഞു ചോദിക്കുമ്പോൾ കാജോൺ പറയും, അവൻ ക്വിറ്റ് ചെയ്യാന്നാണ് പറയുന്നത്, പക്ഷെ നമുക്കൊരു സമയം കൊടുക്കാം, അവൻ ശരിയാവും എന്നൊക്കെ പറയാണ്. ഷോക്കാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അവനാണെങ്കിലോ ഡയറക്ടർ ആർദർന്ന്. പക്ഷെ നമ്മുടെ സൺ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല. കാരണം ജയ് എന്നുള്ള പേരല്ലേ, അത് തന്നെ നിനക്ക് ഇഷ്ടമില്ലല്ലോ എന്നൊക്കെ ഇവൻ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ സംഭവം ഇപ്പൊ ഫൈനലി എന്താണ്, ഡയറക്ടർ ആർദ്രാണ് ആ ചെക്കനെയും കൊണ്ട് റൂമിലേക്ക് പോയതെന്ന് പറയുമ്പോഴത്തേക്കും സണ്ണിന് സംശയം വരികയാണ്. ഓക്കെ, അപ്പൊ അവൻ തന്നെയല്ലേ ഡയറക്ടർ ആർദർ. അങ്ങനെ ആ ഒരു കംപ്ലീറ്റ് അവന്റെ മുഖത്തുനിന്ന് വായിച്ചെടുക്കാം അവൻ ഇനി എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത്. അത് വെച്ചിട്ട് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. ശരിക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അല്ലേ? നിങ്ങൾ തന്നെ ഒന്ന് അഭിപ്രായം പറയൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ 6ന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു 1 ഇയർ എന്ന് പറഞ്ഞ പോലെ കാത്തിരിക്കുകയാണ്. സോ നിങ്ങളും അങ്ങനെ തന്നെയാണെങ്കിൽ പ്ലീസ് കമൻറ്റ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കുന്നു.